നമസ്കാരം. പിന്നാലെ നടന്നുകൊണ്ടുള്ള അമേരിക്കയുടെ പൂവാലശല്യവും പ്രണയ അഭ്യർത്ഥനയുമൊക്കെ കാനഡയെ തെല്ലൊന്നുമല്ല പൊറുതിമുട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കടുത്തൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ് കാനഡയും കനഡിയൻ ജനതയും. ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് ആക്രമണത്തിനും തൊട്ട് പിന്നാലെ കാനഡ ഇരയായതോടെ യൂറോപ്യൻ യൂണിയൻ കൂടാരത്തിലേക്ക് ചേക്കേറാൻ വീണ്ടും ഒരുങ്ങുകയാണ് കാനഡ. മുമ്പൊരിക്കൽ അവർ ഈ ആഗ്രഹം യൂറോപ്യൻ യൂണിയന് മുന്നിൽ വച്ചതാണ്. അത് പക്ഷേ നിർഭാഗ്യവശാൽ EU തള്ളിക്കളഞ്ഞു. ഇപ്പോഴിതാ പ്രധാനമന്ത്രി മാർക്ക് കാർണി റീആം യൂറോപ്പ് എന്ന പദ്ധതിയിൽ ചേരാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഫലത്തിലത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ളൊരു കാനഡയുടെ യാത്രയാണ് ചൂണ്ടിക്കാട്ടുന്നത്. $900 ബില്യൺ ഡിഫൻസ് പദ്ധതി, അതാണ് റീആം യൂറോപ്പ് പദ്ധതി. ഇത്രയും തുകയ്ക്ക് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയല്ല, പകരം യൂറോപ്യൻ ഡിഫൻസ് ഉൽപ്പാദന ഹബ്ബ് യാഥാർത്ഥ്യമാക്കുന്നതിനാണ് ലക്ഷ്യം. 1. റഷ്യയുടെ യൂറോപ്യൻ അധിനിവേശ ശ്രമങ്ങളെ തടയിടുക. 2. US-ഉമായുള്ള പ്രതിരോധ ബന്ധം, സഹകരണം അങ്ങ് അവസാനിപ്പിക്കുക. അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങാനാണ് കാനഡ തങ്ങളുടെ 75% പ്രതിരോധ ബജറ്റ് ചെലവാക്കുന്നത്. ഇത് വഴിമാറ്റി യൂറോപ്യൻ വിപണി വഴി വാങ്ങിക്കൂട്ടുക, അവിടെ ഉൽപ്പാദിപ്പിച്ച് ആ ആയുധങ്ങൾ വാങ്ങുക എന്ന ഈ പദ്ധതി പ്രകാരമുള്ള ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയായ ശേഷം മാർക്ക് കാർണി നടത്തിയ ചില പരാമർശങ്ങൾ US-ഉമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിപ്പിക്കുന്നു. കാനഡ വ്യാപാര രംഗം ലോക ട്രേഡിനായി തുറന്നു കൊടുക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ കാർണി പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. Our old relationship with the United States, a relationship based on steadily increasing integration, is over. The system of open global trade anchored by the United States, a system that Canada has relied on since the Second World War, a system that, while not perfect, has helped deliver prosperity for a country for decades, is over. മാർക്ക് കാർണിക്ക് ഒരു ഭൂതകാലമുണ്ട്. ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. യൂറോപ്യൻ യൂണിയനുമായുള്ള ദൃഢബന്ധത്തിലൂന്നിയ ബന്ധം അവിടെ തുടങ്ങി. പിന്നീട് 2020 ബ്രിട്ടീഷുകാരനല്ലാത്ത ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മേധാവി. അങ്ങനെ ബ്രെക്സിറ്റിന് മുന്നിൽ കാർണിക്ക് ബ്രസൽസുമായി വളരെ ശക്തമായൊരു ബന്ധം, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി അതിശക്തമായൊരു ബന്ധം ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തലപ്പത്തിരുന്ന് ഉണ്ടാക്കിയെടുക്കാനായി. അതിപ്പോഴും കാർണി കൊണ്ടുനടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർണി വിശേഷിപ്പിക്കുന്നത് യൂറോപ്യനല്ലാത്ത ഏറ്റവും മികച്ച യൂറോപ്യനാണ് തൻ്റെ കാനഡ എന്ന്. അതിപ്പോൾ കാർണിക്കും കാനഡയ്ക്കും ഗുണകരമാകാനും പോകുകയാണ്. 46% കനഡിയൻ ജനതയാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരാൻ സർവേയിൽ അഭ്യർത്ഥിച്ചത്, ആവശ്യപ്പെട്ടത്. വെറും 45% ബ്രിട്ടീഷ് ജനത മാത്രമാണ് ബ്രെക്സിറ്റിന് ശേഷം തിരികെ യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരാൻ സമ്മതം മൂളിയത് എന്നുകൂടി ഓർക്കണം. നേരത്തെ കാനഡയിൽ ചില MP-മാർ യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി അന്ന് യൂറോപ്യൻ യൂണിയൻ അത് നിരസിക്കുകയായിരുന്നു. കാനഡ ഇന്ന് ബ്രിട്ടനേക്കാൾ ഏറെ ധനികമായ രാജ്യമാണെന്ന് കൂടി ഓർക്കണം. പക്ഷേ ഡൊണാൾഡ് ട്രംപ് എങ്ങനെ പ്രതികരിക്കും, കാനഡയ്ക്കെതിരെ എന്തൊക്കെ നീക്കങ്ങൾ നടത്തും എന്നാണ് അറിയേണ്ടത്. ഗോൾഡൻ ഡോം അടക്കം ആയുധ നിർമ്മാണ പദ്ധതികൾ, വമ്പൻ പദ്ധതികളുമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോവുകയാണ്. ട്രംപിനെ എതിർക്കാം, പക്ഷേ പിണക്കി നിർത്തുന്നതിന് കാനഡയ്ക്ക് ഒരു പരിധിയുണ്ട്. കാരണം അത് ട്രംപ് മുതലെടുക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂമിശാസ്ത്രപരമായും ട്രേഡായാലും സുരക്ഷയായാലും കാനഡയ്ക്ക് അമേരിക്കയെ അങ്ങനെ ഒഴിവാക്കാനുമാകില്ല. പക്ഷേ ട്രംപിൻ്റെ ഈ പിന്നാലെ നടന്നുള്ള പൂവാലശല്യം കാനഡയ്ക്കൊട്ടും സഹിക്കുന്നുമില്ല. എങ്കിലും ട്രംപിൻ്റെ നീക്കങ്ങൾ കാനഡ വിരുദ്ധമാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് മാർക്ക് കാർണിയും കനഡിയൻ ഭരണകൂടവും. ട്രംപിൻ്റെ ശല്യം കൊണ്ട് കാനഡ ഇപ്പോൾ മാറി ചിന്തിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരുക എന്നത് മാത്രമാണ് ഏക പോംവഴി എന്നതാണ്. ഇതാണിപ്പോൾ പ്രൈം മിനിസ്റ്റർ കാർണിയുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ അമേരിക്ക ട്രംപ് എത്ര കണ്ട് കാനഡയെ അവഹേളിച്ചാലും സമ്മർദ്ദത്തിലാക്കിയാലും താരിഫ് വർധനവ് കൊണ്ട് ശ്വാസം മുട്ടിച്ചാലും ശരി, തങ്ങളുടെ യാത്ര യൂറോപ്യൻ യൂണിയനിലേക്കാണ് എന്നൊരു ഉറച്ച ലക്ഷ്യമുണ്ട്, ഉറച്ച മാർഗമുണ്ട് ഇപ്പോൾ കാനഡയ്ക്കും പ്രധാനമന്ത്രി മാർക്ക് കാർണിക്കും മുന്നിൽ.